മാർ ജോസഫ് പൗവത്തിൽ സീറോ മലബാർ സഭയുടെ പ്രവാചക സ്വരം. പൗരോഹിത്യത്തിന്റെ 50 ആണ്ടുകളിലൂടെ ആധ്യാത്മികതയുടെയും ക്രൈസ്തവ ദർശനങ്ങളുടെയും പുതിയ മാനങ്ങൾ മെനഞ്ഞ ബഹുമുഖ പ്രതിഭയായി ചരിത്രത്തിന്റെ തിളക്കമായി വിളങ്ങി എക്കാലവും നിലകൊള്ളുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട മഹാനുഭാവന്റെ സകല നന്മകൾക്കും ചാരുതാർത്ഥ്യപൂർണമായ ഒരു ഓർമ്മക്കുറിപ്പ്. മാർ ജോസഫ് പൗവത്തിൽ സീറോ മലബാർ സഭയുടെ പ്രവാചക സ്വരം. പൗരോഹിത്യത്തിന്റെ 50 ആണ്ടുകളിലൂടെ ആധ്യാത്മികതയുടെയും ക്രൈസ്തവ ദർശനങ്ങളുടെയും പുതിയ മാനങ്ങൾ മെനഞ്ഞ ബഹുമുഖ പ്രതിഭയായി ചരിത്രത്തിന്റെ തിളക്കമായി വിളങ്ങി എക്കാലവും നിലകൊള്ളുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട മഹാനുഭാവന്റെ സകല നന്മകൾക്കും ചാരുതാർത്ഥ്യപൂർണമായ ഒരു ഓർമ്മക്കുറിപ്പ്. സപുണ്യങ്ങളുടെ ആൾരൂപം. പുരാതനവും പ്രശസ്തവുമായ പൗവത്തിൽ കുടുംബത്തിൽ ജോസഫ് മറിയക്കുട്ടി ദമ്പതികളുടെ ശ്രീമന്തപുത്രനായി 1930 ആഗസ്റ്റ് 14 ജനിച്ച PJ ജോസഫ് ഭക്ഷണക്രമത്തിലും വസ്ത്രധാരണത്തിലും ഒരു ആശ്രമബാലന്റെ വിശുദ്ധിയാർന്ന ലളിത ശൈലി ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ചു. സഭാത്മക പ്രവർത്തനങ്ങളിൽ സദാ വ്യാപൃതനായ ജോസഫിനെ വൈദിക അന്തസ്സിലേക്ക് എത്തിക്കാൻ ചുക്കാൻ പിടിച്ചത് ദൈവദാസനും അന്നത്തെ SB കോളേജ് HS ഹോസ്റ്റൽ വാർഡനായിരുന്ന മാർ മാത്യു കാവുകാട്ടായിരുന്നു. SB കോളേജിൽ ധനതത്വശാസ്ത്ര വിഭാഗത്തിന്റെ അധ്യാപകനും സെന്റ് ജോസഫ് ഹോസ്റ്റൽ വാർഡനുമായിരുന്ന പൗവത്തിലച്ചൻ എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളും പഠിപ്പിച്ചിരുന്നു. പൗവത്തിലച്ചൻ ധനതത്വശാസ്ത്രത്തിൽ ഉപരിപഠനത്തിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. അധ്യാപനം തുടർന്നു. അദ്ദേഹം മാർ ആന്റണി പടിയറയുടെ സഹായ മെത്രാനായി നിയമിതനായി. ഫെബ്രുവരി 13 വത്തിക്കാനിൽ പോൾ 6 മാർപ്പാപ്പയിൽ നിന്നും മെത്രാഭിഷേകം സ്വീകരിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നും വേർപെടുത്തി കാഞ്ഞിരപ്പള്ളി കേന്ദ്രമായി കിഴക്കൻ മേഖലയ്ക്ക് രൂപത രൂപം കൊടുത്തതോടെ 1977 ഫെബ്രുവരി 26 പുതിയ രൂപതയുടെ ആദ്യ മെത്രാനായി പൗവത്തിൽ പിതാവ് നിയോഗിതനായി. മെത്രാന് താമസിക്കാൻ സ്വന്തം ഭവനം പോലും ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും ഇന്ന് കാണുന്ന കാഞ്ഞിരപ്പള്ളി രൂപതയുടെ രൂപവും ഭാവവും മാർ പൗവത്തിലിന്റെ ശ്രമഫലമായി ഉയർന്നു വന്നതാണ്. ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ആന്റണി പടിയറ എറണാകുളം അതിരൂപത അധ്യക്ഷനായി സ്ഥലം മാറിപ്പോയതോടെ 1985 നവംബർ 16 മാർ ജോസഫ് പൗവത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപൊലീത്തയായി ഉയർത്തപ്പെട്ടു. ഏപ്രിൽ 12 മുതൽ 23 വരെ വടവാതൂർ സെമിനാരിയിൽ നടന്ന
CBCI സമ്പൂർണ്ണ സമ്മേളനം, ആഗോള സഭയുടെ ആഹ്വാനമനുസരിച്ചുള്ള മരിയൻ വത്സര വിശ്വാസ പ്രഘോഷണം, മഹാജൂബിലിക്കുള്ള തയ്യാറെടുപ്പ്, എല്ലാറ്റിനും മാർ ജോസഫ് പൗവത്തിൽ അഭിനന്ദനാർഹമായ നേതൃത്വം നൽകി. 1986 വ്യക്തിസഭയുടെ ആധ്യാത്മിക പഠന പരിശീലനത്തിനായി പാറേപ്പള്ളിയിൽ അമല തിയോളജിക്കൽ കോളേജും മാർത്തോമ വിദ്യാനികേതനും തുറന്നു. അൽമായർക്ക് ഉന്നത ദൈവശാസ്ത്ര പഠന കേന്ദ്രം എന്ന പുതിയ ആശയം പിതാവ് സ്വാർത്ഥകമാക്കുകയായിരുന്നു. 1994 ഫെബ്രുവരി 28 ഡൽഹി CBCI സെന്ററിൽ വെച്ച് അദ്ദേഹം ഭാരത കത്തോലിക്ക മെത്രാസഭയുടെ അധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനു മുമ്പ് അദ്ദേഹം KCBCയുടെ അധ്യക്ഷനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആരാധനാക്രമം, വിദ്യാഭ്യാസ മേഖല, എക്യൂമെനിസം, മതാന്തര സൌഹൃദം, സാംസ്കാരിക പ്രവർത്തനം എന്നീ രംഗങ്ങളിൽ കേരളത്തിന്റെ മുഖ്യധാരയിൽ മാർ ജോസഫ് പൗവത്തിൽ അവരോധിക്കപ്പെട്ടു. 1986 ഫെബ്രുവരി 8 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്ത സീറോ മലബാർ സഭയുടെ നവീകരിക്കപ്പെട്ട കുർബാന ക്രമത്തിന്റെ സാക്ഷാത്കാരത്തിൽ മാർ പൗവത്തിൽ വഹിച്ചത് രക്തസാക്ഷിത്വ തുല്യമായ നേതൃത്വ പാഠവുമായിരുന്നു. കേരള സാമൂഹിക ജീവിതത്തിൽ നാനാ സരണികളിൽ പ്രകാശഗോപുരമായി വിളങ്ങിയ മാർ ജോസഫ് പൗവത്തിലിന്റെ ശബ്ദം അന്നും ഇന്നും അകത്തോലിക്കരും അക്രൈസ്തവരുമായ സമസ്ത മേഖലയിലുള്ള ജനങ്ങളും കാതോർത്തു. വൈദിക മേലധ്യക്ഷ പദവിയിൽ സകല മതസ്ഥർക്കും വിശ്വാസികൾക്കും സർവാധരണീയനായ മാർ ജോസഫ് പൗവത്തിലിന്റെ മഹനീയത വാക്കുകളാലോ ചിത്രങ്ങളാലോ കാട്ടിത്തരാവുന്ന ഒന്നല്ല. ഒരു കാര്യത്തിൽ എല്ലാവർക്കും ഒരു സ്വരമുണ്ട്. ചരിത്രത്തിന്റെ സുവർണ താളുകളിൽ എന്നും വിളങ്ങി നിൽക്കുന്ന മഹനീയമായ വ്യക്തിത്വവും സഭാപിതാവുമായിരിക്കും മാർ ജോസഫ് പൗവത്തിൽ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചങ്ങനാശ്ശേരി അരമനയിൽ ഇന്നും വിശ്രമമില്ലാതെ സഭാത്മകതയും വിശ്വാസപരവും സകല മനുഷ്യരുടെയും സത്യദർശനങ്ങളുടെ കാവലാളായി മാർ പൗവത്തിൽ സജീവമായി നമുക്കിടയിലുണ്ട്. ജഗദീശ്വരൻ സർവമംഗളങ്ങളും നൽകി അദ്ദേഹത്തിന്റെ ഈരപ്പകലുകളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സുന്ദര മുഹൂർത്തത്തിൽ സകലർക്കുമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു.